ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. റവ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. കറിയൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു ബൗളിലേക്ക് 2 കപ്പ് റവയാണ് എടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു കടായിലേക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ എടുത്ത അതേ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കണം. അതേ ബൗളിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും ഒരു ഫ്ലേവറിനായി ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ എടുത്തു വെച്ച 2 കപ്പ് റവ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. റവ വെള്ളത്തിൽ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ കൈവിടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരു ഡോ ആയിട്ട് കിട്ടണം. അതുവരെ ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് ഇതിപ്പോൾ വെള്ളം എല്ലാം ഡ്രൈ ആയി. ഇനി പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇതൊന്ന് തണിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും അതേ കടായിൽ തന്നെ 1-2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കളർ ചേഞ്ചായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറി ഒന്ന് സോട്ടാക്കി എടുത്താൽ മതി. ഞാനിതിപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് വലിയ ഗ്രേറ്ററിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. കടിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പുഴുങ്ങി പൊടിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിൽ വെജിറ്റബിൾസ് ഐറ്റംസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോൺ വെജ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആയി കിട്ടണം. അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അതിനായിട്ട് ഇതിൻ്റെ നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് മസാലകളൊക്കെ ആക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്ത മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവറായിരിക്കും കിട്ടുന്നത്. ഇനി ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റവ ഒന്ന് നന്നായിട്ട് ഏകദേശം ഒരു മുക്കാലായിട്ട് ചൂട് തണിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായി തണിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. എത്രത്തോളം കൈ വെച്ച് കുഴച്ചെടുക്കുന്നതോ അത്രത്തോളം നമ്മുടെ ഡോക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതാകുമ്പോൾ ഇതിപ്പോൾ ഞാനൊരു 2 മിനിറ്റ് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഡോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോൾസാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ പരത്തി എടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം നടുവശത്തേക്കാക്കിയിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങും ചേർത്ത് കൊടുത്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ.
ഫില്ലിങ് പുറത്താകാത്ത വിധത്തിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ തന്നെ ഒന്ന് ബോൾസാക്കി എടുത്തിട്ട് പരത്തി എടുത്തിട്ട് ഫില്ലിങ് വെച്ച് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ തന്നെ ഞാൻ എല്ലാം തയ്യാറാക്കി എടുക്കുന്നുണ്ട്. എല്ലാം ഇപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ വേണ്ടത് മാത്രം ഉപയോഗിച്ചാൽ മതി. വേണ്ടെങ്കിൽ ഇത് ബാക്കി പിന്നീട് ഉപയോഗിക്കാം. ഞാനിതിപ്പം ബ്രേക്ക്ഫാസ്റ്റിനാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇത് പകുതി പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി നൈറ്റിലെ ഡിന്നറിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി അതേ കടായിൽ തന്നെ ചൂടായ കടായിലേക്ക് ആവശ്യത്തിന് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എണ്ണ ചൂടായി വന്നതിന് ശേഷം കടുകും ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു ഫ്ലേവറിനായി ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ തയ്യാറാക്കി വെച്ച റവേൻ്റെ മിക്സ് ഇത് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് കളർ ചേഞ്ചായി വരുന്നത് വരെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. നമ്മൾക്ക് കറിയൊന്നും വേണ്ട. ഇതിൻ്റെ ഉൾവശം ഫില്ലിംഗ് ഉണ്ടെങ്കിലും കൂടി ഇതിൻ്റെ പുറമേ കഴിക്കാനായിട്ട് ഇത് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഇങ്ങനെ തന്നെ ചെയ്തിട്ട് കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇതിനെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചിട്ടെടുക്കാം. ഇതിപ്പോഴൊന്ന് മുരിഞ്ഞ് നല്ല കളർ ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് ചൂടോടെ കഴിക്കാൻ. ഞാനിതിപ്പോൾ കുറച്ച് മാത്രമേ രാവിലെ ആക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് രാത്രി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കുക ചെയ്തത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റുമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കറിയൊന്നുമില്ലാതെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.